നമുക്കൊരു ചെരുവം പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോമാങ്ങയും പേരക്കമാങ്ങയും പിന്നെ നല്ല കാട്ടുമാങ്ങ വെച്ചിട്ട് നമുക്കിന്നൊരു മാങ്ങാക്കറി ഉണ്ടാക്കാം. ഈ ഒരു മാങ്ങാക്കറി വളരെ സിമ്പിളാണ് കേട്ടോ. ആദ്യം നമ്മൾ മാങ്ങയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് തോല് കളഞ്ഞ് ചട്ടിയിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതാ വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് അങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇതിലേക്ക് ഞാൻ 2 കഷ്ണം ബെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിന് ബെല്ലം എന്നാണ് പറയാൻ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യണം. ഇത് ശരിക്കും പാനിയാക്കിയിട്ട് ഉരുക്കിയാണ് ഒഴിച്ചു കൊടുക്കാറ്. ഞാൻ അതിന് പകരമായിട്ട് ആ മാങ്ങ തിളയ്ക്കുന്നതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ആ ബെല്ലം മാങ്ങ തിളയ്ക്കുന്നതിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞിറങ്ങിക്കോളും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ കരിഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കഴിക്കുന്ന മാങ്ങ പേരക്ക മാങ്ങയാണ് കേട്ടോ. മാങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് മുളക് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മാങ്ങേൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ. മാങ്ങ വേവിക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൽ ലേശം കൂടി പോയിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.